ഹോർമുസിന്റെ നിയന്ത്രണമാണല്ലോ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒന്നാമത്തെ യുദ്ധവിഷയം. നേരത്തെ ആണവായുധമായിരുന്നുവെങ്കിൽ ഇപ്പോൾ തങ്ങളുടെ പ്രധാന വിഷയം ഇന്ധന പ്രതിസന്ധിയാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോൾ ഇതാ ഒമാനും ഇറാനും തമ്മിൽ ഹോർമുസിൽ തന്ത്രപ്രധാനമായ ധാരണയിലെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ സംബന്ധിച്ച് ഇറാനും ഒമാനും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതേസമയം അമേരിക്ക തങ്ങളുടെ ഉറപ്പുകൾ പാലിച്ചാൽ മാത്രമേ ഹോർമുസ് പൂർണ്ണതോതിൽ തുറക്കൂ എന്നുള്ള മുന്നറിയിപ്പും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, അമേരിക്ക ഈ ഉപരോധം ലംഘിച്ചതിനെ തുടർന്നുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും ഇറാൻ സുരക്ഷിതമായ ഗതാഗത പാതകൾ ഒരുക്കുന്നതിനായി ജൂൺ 18 ഒപ്പുവെച്ച ധാരണാപത്രത്തെ തുടർന്ന് ഈ നിർണായക ജലപാത ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ഇരു രാജ്യങ്ങളും ഏകദേശം 3 മാസം മുൻപ് തന്നെ ചർച്ചകൾ ആരംഭിച്ചുവെന്നും ഇറാൻ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഏതായാലും വലിയ പുരോഗതി ചർച്ചയിലുണ്ടായിരിക്കുന്നു. തങ്ങൾ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഹോർമുസ് കൺട്രോൾ ചെയ്യും, അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ഹോർമുസ് തുറന്നു കൊടുക്കില്ല എന്ന അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇത് ചെറിയ കാര്യമല്ല. കാരണം അമേരിക്ക ഒരു വശത്ത് ഹോർമുസ് തങ്ങൾക്കൊപ്പമാണ് എന്ന് ആവർത്തിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല എന്നും തങ്ങൾ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുമെന്നും പറയുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കുന്നത്. രഞ്ജിത്ത്, ഇറാനും അമേരിക്കയും തമ്മിൽ ജൂണിൽ ഒപ്പുവെച്ച സമാധാന ധാരണ കരാറിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ചർച്ച ഉടലെടുത്തത്. അതായത് ഹോർമുസിൽ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം അത് സുരക്ഷിതവും സുഗമവും ആക്കുന്നതിനും ഒരു പുതിയ പാത. ആ ചർച്ചകളിൽ നിന്ന് ഉടലെടുത്തതാണ് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ. എന്നാൽ ഇപ്പോൾ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഇറാൻ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഹോർമുസിൽ ഒരു സുരക്ഷിത പാത സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയിൽ എത്തിയിരിക്കുന്നു. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട 3 ആഴ്ചയോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നത്. നേരത്തെയുള്ള കരാറിൻ്റെ ഭാഗമായി ഉള്ളതല്ല, പകരം സ്വതന്ത്രമായ ഒരു കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തുന്നത് എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ സാങ്കേതിക വിദഗ്ധരടക്കം നേരത്തെ പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ സുരക്ഷാ പരിസ്ഥിതി വിഭാഗം അധികൃതരും പല ഘട്ടങ്ങളിലായി ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രതിരോധ വക്താവ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്മായിൽ ബഗയി ആണ് ഇക്കാര്യം പറഞ്ഞത്. നേരത്തെ കരാറുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനും ഒമാനും തമ്മിൽ ഇത്തരത്തിൽ ഒരു പുതിയ സുരക്ഷിതമായ പാത ഒരുക്കി അക്കാര്യത്തിൽ ധാരണയിലെത്തുമെന്നും അവിടെ ടോൾ പിരിക്കും എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ജൂണിൽ ഒപ്പുവെച്ച സമാധാന കരാറിൽ പിന്നീട് തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഇരു രാജ്യങ്ങളും ഇറാനും US പരസ്പരം കടുത്ത ആക്രമണങ്ങളിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഹോർമുസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടർന്നു. ആ ചർച്ചകളാണ് ഇപ്പോൾ ഇറാനും ഒമാനും തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും അധികാര പരിധി മാനിച്ചുകൊണ്ടുള്ള ധാരണയാണ് ഇത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഹോർമുസിന്റെ നിയന്ത്രണം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പരമാധികാരം ഇറാന് തന്നെ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഇത്തരത്തിൽ ഇറാനും ഒമാനും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വാണിജ്യ കപ്പൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഈ നേരത്തെ കാർത്തിക് 100 കണക്കിന് കപ്പലുകൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പാതയാണ്. എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേവലം 1-2 കപ്പലുകൾ ഇറാന്റെ സമ്മതത്തോടെ കടന്നുപോയാലത് ഭാഗ്യമെന്ന് കരുതുകയാണ് ഹോർമുസിൽ. അത് മാത്രമല്ല, ഇതുവരെ ഈ മേഖലയിൽ അമേരിക്ക ഉണ്ടാക്കിയ നഷ്ടം, അതായത് ഇറാന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കുൾപ്പെടെ ഉണ്ടാക്കിയ നഷ്ടത്തിന് നഷ്ടപരിഹാരം അമേരിക്ക നൽകണമെന്ന പുതിയ ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. അതൊരു പുതിയ പോർമുഖം തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പല ഘട്ടങ്ങളിലായി ഈ വിഷയം ഇറാൻ ഉന്നയിച്ചതാണ്. അതായത് ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം അവരെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പം അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ US-നെ വിമർശിച്ച് ശക്തമായി വീണ്ടും രംഗത്ത് വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ പുതിയ പ്രതികരണത്തെ വായിച്ചെടുക്കാൻ. അതായത് നേരത്തെ തന്നെ സമാധാന കരാറിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ അമേരിക്ക ചില വിട്ടുവീഴ്ചകൾ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിൽ നൽകും എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അത് ഉണ്ടാവാത്തത് മാത്രമല്ല, ഈ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ഒരു നയതന്ത്ര ചർച്ചകൾ ആകെ അനിശ്ചിതത്വത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ വായിച്ചെടുക്കാൻ. അതായത് നിലവിൽ പുതിയ ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഇത്തരത്തിൽ ഇറാനുണ്ടായ നഷ്ടങ്ങൾക്കടക്കം
പണം വേണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകളൊന്നും തന്നെ നിലവിൽ നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതും ഖത്തറും പാകിസ്ഥാനും ഇടപെട്ട് ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്, ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ ഒന്നും തന്നെ ഒരിടത്തും നടക്കുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒപ്പം പ്രസിഡന്റും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇറാനും ഒമാനും തമ്മിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ധാരണ അത് ഇറാൻ മാധ്യമങ്ങൾ തന്നെ പരസ്യമാക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അതായത് ഒരു സ്വതന്ത്ര കരാറിലേക്ക് ഇറാനും ഒമാനും എത്തുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലായി ഹോർമൂസിലെ ജലപാത സംബന്ധിച്ച് പല നിബന്ധനകളും വ്യവസ്ഥകളുമൊക്കെ ചർച്ച ചെയ്യൽ നിറഞ്ഞിരുന്നു. അതായത് ഹോർമൂസിലൂടെ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ അത് ഇറാൻ തീരത്തൂടെയും അത് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഒമാൻ തീരത്തൂടെയും കടന്നു പോകണം എന്നതടക്കമുള്ള വ്യവസ്ഥകൾ ചർച്ചകൾ നിറഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു സ്വതന്ത്രവും സുരക്ഷിതവുമായ പാത സംബന്ധിച്ചും ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഒരു നാവിഗേഷൻ മാപ്പ്, ഒരു ഹോർമൂസിൽ ഒരു അന്തിമ നാവിഗേഷൻ മാപ്പിൽ ഇറാനും ഒമാനും ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അവിടെ ജലഗതാഗതം സുഗമമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവുമില്ല. അത് അമേരിക്ക കൈക്കൊള്ളുന്ന നിബന്ധനകളെ, അതായത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ എത്രത്തോളം അമേരിക്ക അംഗീകരിക്കുന്നു, ആ വ്യവസ്ഥകൾ എത്രത്തോളം അമേരിക്ക പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിലവിലെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധവും സൈനിക നടപടികളും പിൻവലിക്കാതെ ഹോർമൂസിൻ്റെ കാര്യത്തിൽ യാതൊരു ചർച്ചയ്ക്കുമില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. അങ്ങനെ ഉള്ളപ്പോഴും ഇറാനും ഒമാനും തമ്മിൽ സ്വതന്ത്രമായി ഹോർമൂസിൽ ഒരു പുതിയ പാത സംബന്ധിച്ച ധാരണയിലേക്ക് എത്തുകയും ചെയ്യുന്നു. തീർച്ചയായും അതാണ് സാഹചര്യം.